അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സകാത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ അടിസ്ഥാന കാര്യമാണ് സകാത്ത് അഥവാ നിർബന്ധദാനം. നിസ്കാരത്തെ പോലെ തന്നെ നിർബന്ധമായ ഒരു കർമ്മമാണ് സകാത്തും. സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ധനത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് നൽകുന്നതാണ് സകാത്ത്. ഇസ്ലാം മതത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം സകാത്തിനാണുള്ളത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ നിസ്കാരത്തിൻ്റെ കൂടെ തന്നെ സകാത്തിൻ്റെ കാര്യവും ഊന്നിപ്പറയുന്നതായി കാണാം. പിന്നീടാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ കാര്യം പറയുന്നത്. ധനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ മതം അതിൻ്റെ പ്രാധാന്യം കുറച്ചു കാണുന്നില്ല. വിശുദ്ധ ഖുർആൻ ധനത്തെ ഗിവാം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായത് എന്നാണ് ആ പദത്തിനർത്ഥം. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ധനം ഏതാനും ചില വ്യക്തികളുടെ അധീനതയിൽ കെട്ടിപ്പൂട്ടി വെക്കേണ്ടതല്ല. അത് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ സമൂഹം അഭിവൃദ്ധിപ്പെടുകയുള്ളൂ. സകാത്ത്, ദാനധർമ്മങ്ങൾ, അനന്തരാവകാശ നിയമം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം അതാണ്. സകാത്ത് എന്ന അറബി പദത്തിന് വിശുദ്ധി, സംസ്കരണം, അനുസരണം, വളർച്ച എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ധനത്തിൽ നിന്നും ദരിദ്രർക്കുള്ള നിർബന്ധ വിഹിതം കൊടുത്തു വീട്ടുന്നതോടെ അവൻ്റെ സമ്പത്തും അവൻ്റെ മനസ്സും അവൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധമായി തീരുന്നു. നമ്മുടെ ചിത്തം സംസ്കരിക്കപ്പെടുന്നു. സകാത്ത് കൊടുക്കുന്നത് മുഖേന അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ ഒരു ആജ്ഞ അനുസരിക്കുകയാണ് നാം ചെയ്യുന്നത്. സകാത്ത് കൊടുക്കുന്നത് കൊണ്ട് ധനം കുറയും എന്ന് കരുതേണ്ടതില്ല. യഥാർത്ഥത്തിൽ ധനം വളരുകയാണ് ചെയ്യുക. പലിശ ഇടപാട് കൊണ്ട് ധനം വളരുമെന്നും ആരും കരുതേണ്ട. യഥാർത്ഥത്തിൽ അതുമൂലം ധനം തകരുകയാണ് ചെയ്യുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത്. അള്ളാഹു പലിശയെ മായ്ച്ചു കളയുകയും ദാനധർമ്മങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഏത് അർത്ഥം വെച്ച് നോക്കിയാലും ഇസ്ലാമിലെ നിർബന്ധ ഭാഗത്തിൽ സകാത്ത് എന്ന പദം വളരെ അനുയോജ്യമാണ് എന്ന് കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ സകാത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മവും അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നവനാണ് അള്ളാഹു. അള്ളാഹു ഒഴികെ ഒരു ആരാധ്യനും ഇല്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുകയും നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നത് വരെയും ആളുകളോട് യുദ്ധം ചെയ്യാൻ ഞാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവൻ തൻ്റെ ജീവനും സ്വത്തും സംരക്ഷിച്ചു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിരിക്കുന്നു. സകാത്ത് കൊടുക്കുന്നവരിൽ ചിലർ അത് തങ്ങളുടെ ഔദാര്യമായി കണക്കാക്കാറുണ്ട്. ഈ ധാരണ തെറ്റാണ്. സകാത്ത് ഒരിക്കലും ഒരു ഔദാര്യമല്ല. സമ്പന്നരുടെ സ്വത്തിൽ ദരിദ്ര വിഭാഗങ്ങൾക്കുള്ള ഒരു അവകാശമാണത്. സമ്പന്നർ സ്വമേധയാ അത് കൊടുക്കുന്നില്ലെങ്കിൽ നിർബന്ധപൂർവം അത് പിടിച്ചെടുത്ത് അവകാശികൾക്ക് വീതിച്ചു കൊടുക്കാൻ ഇസ്ലാമിക ഭരണകൂടം ബാധ്യസ്ഥമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഫി അംവാലിഹിം ഹഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സ്വത്തിൽ ചോദിക്കുന്നവർക്കും ജീവിത സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും നിശ്ചിതമായ അവകാശമുണ്ട്. സകാത്തിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ. സകാത്ത് കൊടുത്തതും ദാനധർമ്മങ്ങൾ ചെയ്തതും വലിയ ഔദാര്യമായി എടുത്തു പറയുന്ന പല ആളുകളെയും നാം കാണാറുണ്ട്. ദാനം കൊടുത്തതിൻ്റെ പേരിൽ ദാനം സ്വീകരിച്ചവരെ ശല്യം ചെയ്യുന്ന ആളുകളെയും കാണാം. ഇവ രണ്ടും തെറ്റായ കാര്യങ്ങളാകുന്നു. സകാത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും പ്രതിഫലം നഷ്ടപ്പെടുത്താൻ മാത്രമേ അവ സഹായിക്കുകയുള്ളൂ. സകാത്ത് പണക്കാരുടെ ഔദാര്യമല്ലെന്നും പണക്കാരുടെ സ്വത്തിൽ
ദരിദ്രർക്കുള്ള അവകാശമാണെന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു. അത് എടുത്തു പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അള്ളാഹുവിൻ്റെ ഇഷ്ടവും പാരത്രിക വിജയവും മാത്രം ഉദ്ദേശിച്ചായിരിക്കണം നാം സകാത്ത് കൊടുക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. കൊടുത്തത് എടുത്തു പറഞ്ഞും അതിൻ്റെ പേരിൽ ശല്യം ചെയ്തും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. അന്ത്യനാളിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും സമ്മേളിക്കുന്ന ചൂടേറിയതും അതിസങ്കീർണവുമായ മഹ്ശറയിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പരാമർശിക്കുകയുണ്ടായി. വലതുകൈ ചെലവഴിച്ചത് ഇടതുകൈ അറിയാത്ത തരത്തിൽ രഹസ്യമായി അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിൽ ദാനം ചെയ്തവരാണ് അവരിൽ ഒരു വിഭാഗം. പരസ്യമായി ദാനം ചെയ്യുന്നത് തെറ്റാണെന്ന് ഇതിനർത്ഥമില്ല. പരസ്യമായി ദാനം ചെയ്യുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ടാവാം. ഒരാൾ ദാനം ചെയ്യുന്നത് കണ്ടാൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കും. ഈ ഉദ്ദേശത്തോടെ പരസ്യമായി ദാനം ചെയ്യുന്നത് ശ്ലാഘനീയമാണ്. പക്ഷേ താനൊരു ദാനശീലനാണെന്ന് മറ്റുള്ളവർ അറിയട്ടെ എന്ന ചിന്ത മനസ്സിലുണ്ടാകരുത്. പരസ്യമായും രഹസ്യമായും ദാനം ചെയ്യുന്നതിന് വിശുദ്ധ ഖുർആൻ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളവർ സക്കാത്ത് കൊടുക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവർ മുസ്ലിങ്ങളായി തീരുകയുള്ളൂ. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുണ്ടായിട്ടും അത് കൊടുക്കാത്തവർക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. മുസ്ലിം എന്ന പേരിന് തന്നെ അവർ അർഹരല്ല. എന്നാൽ പലരും ഇതിൻ്റെ ഗൗരവം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന പലരും സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. കല്യാണത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും പേരിൽ പണം ധൂർത്തടിക്കാൻ ഒരു പ്രയാസവുമില്ല. സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ അറുപിശുക്കന്മാരായി തീരുന്നു. വളരെ തെറ്റായ ഒരു പ്രവണതയാണിത്. സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നവരെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുക. അവ നരകാഗ്നിയിൽ വെച്ചോ ചുട്ടുപഴിപ്പിക്കുകയും അവരുടെ നെറ്റിത്തടങ്ങളും മുതുകുകളും വശങ്ങളും അതുകൊണ്ട് ചൂടാകുകയും ചെയ്യുന്ന ദിവസം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് ഇപ്പോൾ ആസ്വദിച്ചു കൊള്ളുക. ധനം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ പലരും മതിമറക്കും. തങ്ങൾക്ക് തങ്ങൾ തന്നെ മതി എന്ന് അഹങ്കരിക്കും. തങ്ങൾക്ക് ധനവും സുഖസൗകര്യങ്ങളും നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനെ അവർ മറക്കും. സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമകളും കടപ്പാടുകളും നിറവേറ്റുന്നതിൽ അവർ അലംഭാവം കാണിക്കും. ഇത്തരം അഹങ്കാരികളുടെ പാരത്രിക ജീവിതം പരമദുസ്സഹമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടി ഒരു ഒട്ടകം കടക്കുകയെന്നത് എത്ര അസാധ്യമാണോ അത്ര തന്നെ അസാധ്യമാണ് ചില പണക്കാർ സ്വർഗത്തിൽ കടക്കുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചിരിക്കുന്നു. തങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില കോപ്രായങ്ങൾ കാണിക്കുന്നവരുണ്ട്. റമദാൻ മാസം 26-ന് വീടിൻ്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്നവർക്ക് ചില്ലിക്കാശ് കൊടുത്തു കൊണ്ടാണവർ സക്കാത്ത് കൊടുക്കുന്നത്. പലപ്പോഴും ഇത് സക്കാത്തായി കണക്കാക്കപ്പെടുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സക്കാത്ത് കൊടുക്കുന്നതിന് ചില നിബന്ധനയുണ്ട്. തൻ്റെ പക്കലുള്ള ധനത്തിന് എത്ര വീതം സക്കാത്ത് കൊടുക്കണം എന്ന് ആദ്യമേ കണക്ക് കൂട്ടിയിരിക്കണം. സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം. അർഹരായ അവകാശികൾക്കേ അത് കൊടുക്കാവൂ. ഇതൊന്നും ഗൗനിക്കാതെ ചില്ലറ എറിഞ്ഞു കൊടുത്താൽ സക്കാത്ത് വീടുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. റമദാൻ 26-ന് മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ എന്ന് നിബന്ധനയുള്ളതുപോലെ തോന്നും നമ്മുടെ രീതികൾ കണ്ടാൽ. കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് കച്ചവടം തുടങ്ങി 1 വർഷം തികയുമ്പോഴാണ്. എല്ലാവരും കച്ചവടം തുടങ്ങുന്നത് റമദാൻ 26-ന് അല്ലല്ലോ. കാർഷിക വിളകളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് വിള കൊയ്തെടുക്കുമ്പോഴാണ്. റമദാൻ 26-നാണോ നമ്മുടെ നാട്ടിൽ എല്ലാ നാണ്യവിളകളും കൊയ്തെടുക്കുന്നത്? വാസ്തവം അതല്ല. കച്ചവടത്തിനും കാർഷിക വിളകൾക്കും പകരം സക്കാത്ത് കൊടുക്കുന്നേയില്ല. ലൈലത്തുൽ ഖദർ ദിനത്തിൽ ഏതാനും ചില്ലറ വാരിയെറിഞ്ഞാൽ എല്ലാമായി എന്നാണ് പലരുടെ ധാരണ. ഈ ധാരണ നാം തിരുത്തേണ്ടിയിരിക്കുന്നു.
ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലാണ് സക്കാത്ത്. സക്കാത്ത് മൂലം മനുഷ്യരുടെ വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഉണ്ടായിത്തീരുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും നിരവധിയാണ്. അവയിൽ ചിലത് താഴെ പറയാം. ഐഹിക ജീവിതത്തോടുള്ള പ്രതിപത്തിയും സമ്പത്തിനോടുള്ള അമിതമായ ആസക്തിയും മനുഷ്യരിൽ കുടികൊള്ളുന്ന ചീത്ത സ്വഭാവമാണ്. അതാണ് പല തെറ്റുകളും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. സക്കാത്ത് ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു. ഐഹിക ജീവിതത്തോടുള്ള പ്രതിപത്തിയും അമിതമായ പണക്കൊതിയും സുഖഭോഗഭ്രമവും ഉള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുകയില്ല. മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും സഹാനുഭൂതിയും ഉണ്ടാകുന്നു എന്നതാണ് സക്കാത്തിൻ്റെ മറ്റൊരു നേട്ടം. ദരിദ്രരും അശരണരുമായ ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലായ്മ ചെയ്യാൻ ഒരു പരിധിവരെ സക്കാത്ത് സഹായിക്കുന്നു. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ആളുകൾ മുഴുവനും അത് കൊടുക്കുകയും യഥാർത്ഥ അവകാശികൾക്ക് കൃത്യമായി അത് ലഭിക്കുകയും ചെയ്താൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും സമൂഹത്തിൽ ഉണ്ടാവുകയേയില്ല. സമ്പത്ത് പരിചിതരായ ചില ആളുകളുടെ കൈകളിൽ മാത്രം കുന്നുകൂടി കിടക്കാതെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപിക്കുകയും സമൂഹത്തിനൊട്ടാകെ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. ദാരിദ്ര്യം, ധൂർത്ത്, പണക്കൊതി, സുഖലോലുപത എന്നിവയൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല തിന്മകളുടെയും അനാശ്വാസ പ്രവണതകളുടെയും മൂലകാരണങ്ങൾ. ഇവ നിർമ്മാർജ്ജനം ചെയ്ത് സമൂഹത്തിൽ സമാധാനവും സുസ്ഥിതിയും സ്ഥാപിക്കുന്നതിൽ സക്കാത്തിനും ദാനധർമ്മങ്ങൾക്കുമുള്ള പങ്ക് നിസ്തൂലമാണ്. ഇവക്കെല്ലാം പുറമെ സക്കാത്ത് മൂലം മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകത്തെ മഹത്തായ വിജയവും ലഭിക്കുന്നു എന്നതാണ്. ഇതിനേക്കാളും വലിയ ഒരു നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാനില്ലല്ലോ. പ്രായം തികഞ്ഞ ബുദ്ധിയും നിശ്ചിത അളവ് സ്വത്തും ഉള്ള സ്വതന്ത്രനായ ഏതൊരു മുസ്ലിമും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അടിമയോ ഭ്രാന്തനോ പ്രായം തികയാത്ത കുട്ടികളോ മുസ്ലിങ്ങളല്ലാത്തവരോ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. ഭ്രാന്തന്മാർക്കും കുട്ടികൾക്കും സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയില്ലെങ്കിലും അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൽ നിന്നും സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. സ്വർണം, വെള്ളി തുടങ്ങിയ ഓരോ സ്വത്തിനും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയിലെത്തിയവർ അതിൻ്റെ നിശ്ചിത വിഹിതം സക്കാത്തായി കൊടുക്കണം. സക്കാത്തിന് 8 വിഭാഗം അവകാശികളുണ്ട്. അവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. തീർച്ചയായും ദാനധർമ്മങ്ങൾ ദരിദ്രർക്കും അഗതികൾക്കും സക്കാത്തിൻ്റെ പേരിൽ ജോലി ചെയ്യുന്നവർക്കും ഹൃദയങ്ങൾ ഇണക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നവർക്കും അടിമകളുടെ മോചനത്തിനും കടം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും വയ്യാത്തർക്കാർക്കുമാണ് കൊടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള നിർബന്ധ കൽപ്പനയാണിത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. ഒരു നാട്ടിൽ ഈ പറഞ്ഞ 8 വിഭാഗക്കാരും ഉണ്ടെങ്കിൽ 8 വിഭാഗക്കാർക്കും സക്കാത്ത് കൊടുക്കണം. 8 വിഭാഗക്കാർ ഇല്ലെങ്കിൽ ഉള്ളവർക്ക് കൊടുത്താൽ മതിയാകും. കാർഷികോൽപ്പന്നങ്ങൾ, സ്വർണം, വെള്ളി, വളർത്തുമൃഗങ്ങൾ, കച്ചവടം തുടങ്ങിയവയ്ക്കെല്ലാം സക്കാത്ത് നിർബന്ധമാണ്. ഒരാളുടെ പക്കൽ 20 മിസ്കാൽ സ്വർണം ഉണ്ടെങ്കിൽ അതിൻ്റെ 40-ൽ 1 ഭാഗം സക്കാത്ത് കൊടുക്കേണ്ടതാണ്. 200 ദിർഹം വെള്ളിയാണ് ഒരാളുടെ പക്കൽ ഉള്ളതെങ്കിൽ അതിൻ്റെ 40-ൽ 1 സക്കാത്ത് കൊടുക്കണം. 20 മിസ്കാലിൽ കുറഞ്ഞ സ്വർണത്തിനും 200 ദിർഹമിൽ കുറഞ്ഞ വെള്ളിക്കും സക്കാത്തില്ല. കച്ചവടക്കാരൻ കൊല്ലം തികയുമ്പോൾ ലാഭവും മുതൽ മുടക്കും കൂട്ടിയതിൻ്റെ 40-ൽ 1 ഭാഗം സക്കാത്ത് കൊടുക്കണം. കൃഷിയുടെ കാര്യത്തിൽ 5 ഔസക്ക് അഥവാ 1600 റാത്തൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. മഴവെള്ളം കൊണ്ടോ തോട്, പുഴ എന്നിവയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം കൊണ്ടോ വളർന്നുണ്ടായ ഉൽപ്പന്നമാണെങ്കിൽ 5 ഔസക്ക് തികഞ്ഞാൽ 10-ൽ 1 ഭാഗം സക്കാത്ത് കൊടുക്കണം. തേവിയോ മോട്ടോറോ മറ്റോ ഉപയോഗിച്ച് നനച്ചുണ്ടാക്കിയ കൃഷിയാണെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ 20-ൽ 1 ഭാഗം സക്കാത്ത് കൊടുത്താൽ മതി. വളർത്തുമൃഗങ്ങളിൽ പശു, ആട്, ഒട്ടകം എന്നിവയ്ക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാൾക്ക് 30 പശുക്കൾ ഉണ്ടെങ്കിൽ കൂടെ നടക്കുന്ന ഒരു പശുക്കുട്ടിയെയും 40 പശുക്കൾ ഉണ്ടെങ്കിൽ 2 വയസ്സുള്ള ഒരു പശുക്കുട്ടിയെയും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഒരാൾക്ക് 40 ആടുകളുണ്ടെങ്കിൽ 4 വയസ്സുള്ള ഒരു നെയ്യാടിനെയോ 2 വയസ്സുള്ള ഒരു കോലാടിനെയോ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്.
101-ന് 2, 201-ന് 3, 400-ന് 4, 400 കഴിഞ്ഞ് ഓരോ 100-നും ഓരോ ആട് വീതവുമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 5 ഒട്ടകങ്ങൾക്ക് 1, 10-ന് 2, 15-ന് 3, 20-ന് 4 എന്നിങ്ങനെ സക്കാത്തായി കൊടുക്കണം.